കടത്തനാട് ലേബർ സൊസൈറ്റി നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതികളായ റിനീഷും സുധീർ കുമാറും കസ്റ്റഡിയിൽ. റിനീഷിനെ 4 ദിവസത്തേക്കും സുധീർ കുമാറിനെ 3 ദിവസത്തേക്കുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. വിവരങ്ങളുമായി AK ലതീഷ് കൂടി ചേരുന്നു. ലതീഷ്, ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷണം ശക്തമാക്കാനുള്ള നീക്കങ്ങളായിരുന്നു നടത്തിയിരുന്നത്. മാത്രമല്ല, ഈ വ്യാജരേഖ ചമച്ചതിൽ അടക്കം പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിൽ ഒരു വഴിത്തിരിവുണ്ടായേക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. റിമാൻഡിലായിരുന്ന പ്രതികളായ റിനീഷിനെയും അതേപോലെ തന്നെ സുധീർ കുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനായാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമായ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായുള്ള കസ്റ്റഡി അപേക്ഷയിലാണ് വടകര മജിസ്ട്രേറ്റ് കോടതി ഇരുവരെയും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. സൊസൈറ്റി ഡയറക്ടറായ റിനീഷിനെ 4 ദിവസത്തേക്കും മുൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ TV സുധീർ കുമാറിനെ 3 ദിവസത്തേക്കുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതും അതേപോലെ തന്നെ വ്യാജരേഖകൾ ചമച്ചതിൽ ഇവരുടെ പങ്ക് തുടങ്ങിയവയിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. കേസിലെ 1-ാം പ്രതിയും സൊസൈറ്റി സെക്രട്ടറിയുമായ പ്രിയനയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. ഇവർ വൈകാതെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ വലിയ ജനരോഷമാണ് ഉയരുന്നത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ RDO ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കാനിരിക്കെയാണ് അന്വേഷണം സംഘം ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുകയും അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ശരി, AK ലതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.